ഗൈസ്, ഇന്നിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഗെറ്റ് റെഡി ആവാം. നമുക്ക് നേരെ ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇത് നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ തരും. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ആ മിറർ ഉണ്ട്, ഞാനൊന്ന് എടുത്തു തരാം. ഇന്ത്യയിലുള്ളത് ചെറിയൊരു മിററാണ്. ഇതൊക്കെ ഗോവയിൽ നിന്ന് കൊണ്ടുവരുന്ന കേട്ടോ. നമുക്ക് ഐലൈനർ ഇടാം. ഇങ്ങനെ ഇടാറില്ല, ഞാൻ ഇട്ട് തരാം. ഐലൈനർ കിട്ടിയിട്ട് ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആകെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ വിയർത്ത് വെച്ചാൽ മേക്കപ്പ് മൊത്തം പൊക്കുക. അപ്പോഴാണ് എനിക്കൊരു സമാധാനമാവുക. അപ്പം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഞാൻ ആക്ച്വലി എൻ്റെ ചുണ്ടിന് പറ്റിയൊരു ഷെയ്ഡില്ല, അതുകൊണ്ട് ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഇടാം. ആദ്യം ഞാൻ ഫേസ് സ്കാനയുടെ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നല്ല, പിന്നെ ഇത് ഡാസ്ലറിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് നിവേദ്യ എനിക്ക് തന്നതാട്ടോ, 100K അടിച്ചിട്ട്. ആ ഇപ്പം റെഡി ആയില്ലേ? രസമല്ലേ? ഇതാണ് എൻ്റെ ഷെയ്ഡ്. നമുക്ക് മസ്കാര ഇടാം. മസ്കാര ഏതോ അൺനോൺ ബ്രാൻഡാണ്. ബിക്കോസ് ഇത് ദീദിൻ്റെ മസ്കാരാണ്. ദീദി കണ്ടാൽ എന്നെ കൊല്ലും, അവിടെ നമുക്ക് മേടിക്കാം. ഞാനൊരു ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ എനിക്ക് ഗിവ് അവേക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഹൈലൈറ്ററും കൂടി ഇട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം പരിപാടി ഉണ്ട്. പിന്നെ ഹെയറും കൂടി സെറ്റ് ചെയ്താൽ മതി. ആയിക്കോട്ടെ. ഓക്കെ, സെറ്റ്. ഞാൻ എൻ്റെ നോസിലും ചീക്സിലാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാറ്. കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫാൻ ഇട്ടുണ്ട്, അതുകൊണ്ടാണ് മുടി പറഞ്ഞത്. ഇത് ചീർപ്പ് കണ്ടില്ല, പർപ്പിളാണ്. ഹെയർ എനിക്ക് കണ്ണാടിക്കാതെ സെറ്റ് ചെയ്യാറില്ല. ഞാൻ ഹെയർ സെറ്റ് ചെയ്ത് വരട്ടോ. ഹെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുടി അയച്ച് ഞാൻ ആക്ച്വലി സ്കൂളിലേക്കാണ് പോണത്, ഫാഷൻ ഷോയിലേക്കല്ല. അപ്പോൾ ഇവിടെ ആയിരിക്കും ഇത്രയും മേക്കപ്പ് കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് ഡേ ആയിട്ടാണ്. പക്ഷെ ഇത് കണ്ടില്ല, ഇങ്ങനെ കെട്ടി പോകണം നിങ്ങൾ പറയാൻ കേട്ടോ ഗൈസ്. ഇന്നെ കെട്ടിയിട്ടാണോ അല്ലെങ്കിൽ അയച്ചിട്ടിട്ടാണോ വലിയത്? എനിക്ക് അയച്ചിട്ടാണോ തോന്നില്ല, പക്ഷെ ഞാൻ കെട്ടാറാണ് പതിവ്. ഒരു ഫോർമൽ ലുക്ക് ഉണ്ട് അപ്പോൾ അല്ലേ? അപ്പൊ നമ്മളെ ഗെറ്റ് റെഡി അല്ല, ഞാൻ വില്ലത്തിയാ ആണ്. അപ്പൊ നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നമുക്ക് വാച്ച് ഇട്ട് കൊടുക്കാം. ഈ ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നത്, ബിക്കോസ് ഞാനൊരു പെർഫ്യൂം ലവറാണ്. അവിടെ നീല എടുത്തരും. ഞാൻ നീല ഡ്രസ്സ് ഇട്ടിട്ട് നീല പെർഫ്യൂമാണ് അടിക്കാറ്. റെഡ് ഡ്രസ്സ് ഇട്ട് ഞാൻ റെഡ് പെർഫ്യൂം അടിക്കും. ഞാനാണ്, ബിക്കോസ് മൈ ഡാഡി ഈസ് എ പെർഫ്യൂം ഡിസൈനർ. വേം വരി. ഡാഡി പെർഫ്യൂം ഡിസൈനർ ആയതുകൊണ്ട് തന്നെ ആ പെർഫ്യൂം ഡാഡി ഒരാൾക്ക് കൊടുത്തു ടെസ്റ്ററായിട്ട്. ഈ തൽക്കാലത്തേക്ക് ഇത് CR7 ഇത് ക്രിസ്ത്യാനോൻ്റെ CR7 പക്ഷേ കളറില്ലാത്ത. അടിച്ചില്ലെങ്കിൽ കണ്ണിലേക്ക് വന്ന് പിന്നെ കണ്ണാടാൻ സ്കൂളിൽ പോകാൻ കഴിയില്ല. പക്ഷേ കണ്ണുണ്ടാ എൻ്റെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും ഞാനിത് സെറ്റ് ചെയ്യണമെന്നില്ല, കാരണം ഇന്ന് എൻ്റെ സ്കൂളിൽ നിന്ന് വിഭവസമൃദ്ധമായ ഫുഡ് ഉണ്ട് എന്നാണ് എൻ്റെ സ്കൂളിൽ പറഞ്ഞത്. സോ നമുക്ക് വെള്ളം നിറച്ചിട്ട് ടിഫിൻ ബോക്സ് കൊണ്ടുപോകാം. ഈ സാധനത്തിന് ആവശ്യം നമുക്കില്ല, കാരണം ഇന്ന് സ്കൂളിൽ കിട്ടും. അപ്പോൾ ഈ കറിൻ്റെ ആവശ്യമില്ലല്ലോ. സോ അത് മാറ്റി വെച്ചിട്ട് എനിക്ക് ടിഫിൻ ബോക്സ് കിട്ടാം. അല്ല എനിക്കറിയില്ല ഉണ്ടോ. ഇനി നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് കുടിക്കാം. ചുടുവെള്ള മനസ്സിലായിട്ടില്ല. സാമഗ്രികളും ഇതാണ് എൻ്റെ പുതിയ ബാഗ്. ആൻഡ് ഇതിൽ ഞാൻ എൻ്റെ നോട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട്. കോളേജ് നോട്ട്സിൻ്റെ എത്രയും ആവശ്യമില്ല, ഫസ്റ്റ് ഡേ അല്ലേ. ഇനി ഇതാണ് നമ്മുടെ ബുക്കുകൾ. അതിൽ ഒരു ബുക്ക് മതി ഇന്ന്. ഓക്കെ, ഇന്ന് മതി. ഓക്കെ, നമുക്ക് ഈ ബുക്കുകളൊക്കെ എടുത്തിട്ട് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ബാഗിലേക്ക് മാറ്റാം. ഓക്കെ,
ഇതാണ് എൻ്റെ ബോക്സ്. അപ്പം നമുക്ക് ബോക്സ് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ബോക്സ് തുറക്കാം. ബോക്സിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിന്നൊരു പെണ്ണെടുക്കുന്നുണ്ട്. ഗൈസ് ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബ്ലാക്ക് ഇങ്ക് സെറ്റ് ചെയ്യാം. ബ്ലാക്ക് ഇങ്ക് എടുക്കാം. ഇതൊക്കെ ഞാൻ പൊളിച്ച് നോക്കിയതാണ് ഓൾറെഡി, അതിൻ്റെ ഒരു ഇതുണ്ട്. ഇനി നമുക്കൊരു ഗ്രീൻ പെന്നും കൂടി വെക്കാം. ഗ്രീൻ പെൻ ഇവിടെ കൊള്ളൂല. സോ നമുക്കൊരു പെൻസിലിന് വെച്ച് കൊടുക്കാം. സോ ഓക്കെ, ഇനി നമുക്ക് ഈ സെക്ഷൻ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലോട്ട് സ്ഥലം വരുന്നുണ്ട്. നല്ല ഗ്രീൻ ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ പെന്നും വെക്കുന്നുണ്ട്, ഗ്രീൻ ഇറേസറും വെക്കുന്നുണ്ട്. ഈ ഇറേസറൊക്കെ ഞാൻ ഓൾറെഡി പൊളിച്ചാണ്. നമുക്ക് ഗ്രീൻ ഇറേസർ വെക്കാം. പിന്നെ ഇത് ഞാൻ കുറച്ച് ക്യൂട്ട് ഇറേസേഴ്സ് വാങ്ങിനു കേട്ടോ ഇവിടുന്ന്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ആക്ച്വലി ചെറിയ കുട്ടികളുടെയാണ്, പക്ഷേ ഞാൻ ചെറിയ കുട്ടിയാണ്. സോ നമുക്ക് ഇതിന്ന് ഒരു 1 2 3 ഇറേസർ വെക്കാം. അതിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വെക്കാം, എന്താ അറിയോ, ഷാർപ്പനർ ഗ്രീൻ ഇല്ലാത്തതിനോ മൂലം നമുക്ക് ചെറിയൊരു ഏതെങ്കിലും ഷാർപ്പനർ വെച്ച് കൊടുക്കാം. ഞാൻ ഈ പാർട്ടിൽ എന്തൊക്കെയാണ് വെച്ചതെന്ന് കാണിച്ചു തരാം. സോ ആദ്യം തന്നെ ഞാൻ സ്കെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തായിട്ട് ഞാൻ എൻ്റെ ഷാർപ്പനർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ്. പിന്നെ മറ്റേ അവിടെ ഷാർപ്പനർ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, മറ്റേ ഷാർപ്പനറാണിത് ഞാൻ വാങ്ങിയത്. ഇനി ഈ ബോക്സ് കൊള്ളാത്തതുകൊണ്ടാണ് അവിടെ വെച്ചത്. പിന്നെ വൈറ്റ്നർ ഇതെനിക്ക് അനാവശ്യമാണെങ്കിൽ അത്യാവശ്യമാണ്. പിന്നെ ഈ ഗമ്മ് ഇതൊക്കെ ക്യൂട്ടായിട്ട് വാങ്ങിയത്. സത്യം പറയാൻ എൻ്റെ ഗമ്മൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ക്യൂട്ട്നെസ്സിന് കണ്ടപ്പോൾ വാങ്ങിയിട്ടാണ്. ഇനി എന്താ ഇനി ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ ഞാൻ വേറെ സ്ഥലത്ത് ഞാൻ പിന്നെ കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ സെറ്റ് ചെയ്ത ബോക്സ് വെക്കുന്നുണ്ട്. ആദ്യം സ്കെച്ച് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സ് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വൈറ്റ്നറും ഹൈലൈറ്ററും പിന്നെ ഈ ഷാർപ്പനറും ഫെവിഗം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിലേക്ക് എൻ്റെ ടിഫിൻ ബോക്സും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാനൊരു ബാഗ് മാത്രം, പാവൻ്റെ ബാഗ് ബുക്ക് ഒറ്റപ്പെട്ടിട്ടുണ്ട്. കാരണം തിരിച്ച് വരുമ്പോൾ എൻ്റെ കയ്യിൽ നിറച്ചും ബുക്കായിരിക്കും. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല, അത് സ്കൂൾ പോകുമ്പോൾ കിട്ടും. എൻ്റെ അമ്മ വലിയൊരു പത്തിരി അല്ലാതെ ചൂടില്ല, അടിയില്ല എത്രയും വലിയ പത്തിരിയാണ്. സോ മതി. നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിത്തെ ഫുഡാണ് എൻ്റെത്. ബിക്കോസ് അങ്ങനെയാണ്. ഇത് പത്തിരി ഉണ്ട്, കറിയുണ്ട്, പിന്നെ കോഴിമുട്ടുണ്ട്. അമ്മ കിട്ടോ? ഞാൻ നാനോ ടാപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ കേട്ടോ. അപ്പം നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഒന്നല്ല, കാരണം അങ്ങനാണ്. സോ ഗൈസ് കാക്കുണ്ട് ഇവിടെ, നമ്മൾ പോവാണ്. എനിക്ക് സങ്കടമാണ്, ഞാൻ എന്തായാലും നല്ല എക്സൈറ്റ്മെന്റ് ആണ് ഗൈസ്. എനിക്ക് അനുമോദന നേരെ സ്കൂളിനുള്ളിലോട്ട് കയറി. എക്സൈറ്റ്മെന്റ് ഉണ്ടോ വെച്ചുണ്ട്, ഇല്ലേ വെച്ചില്ല. കണ്ടിട്ട് അന്ന് ഒന്നും തോന്നണില്ല. ഈ ബ്ലോക്കിലാട്ടെ ഞാൻ പഠിക്കുന്നത്. ഇവിടുത്തെ ടീച്ചേഴ്സ്മാരൊക്കെ നല്ല കമ്പനിയാണ്. ഇതാട്ടോ എന്റെ ക്ലാസ് ടീച്ചർ. പിന്നെ കുറച്ചു നേരം ഇൻട്രൊഡക്ഷൻ ഒക്കെ കണ്ടു നിന്ന് സമയത്താണ് നല്ലോണം കണ്ടുപരിചയമുള്ള ഒരാളെ സ്റ്റേജ് കണ്ടത്. വേറെ ആരുമല്ല, നമ്മുടെ SMC ചെയർമാൻ ആണ്. ഫുൾ A+ കിട്ടിയോണ്ട് തന്നെ ദീദിക്ക് ഒരു ചെറിയ അനുമോദനം ഉണ്ടായിരുന്നു. പിന്നെ ഡാഡിന്റെ ഭാഗം ഒരു പ്രസംഗം കൂടി കേട്ടപ്പോ റാഹത്തായി. നിങ്ങൾക്ക് എന്നെ പോലെ ഒരു യൂട്യൂബർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേ.